അപ്പോൾ അത് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഈ ഒരു അസോള നമ്മൾ ഇങ്ങനെയാണ് ഇൻഡോർ വെച്ചിട്ടുള്ളത്. 2 കണ്ടെയ്നറിൽ വെള്ളം നിറച്ച് നമ്മൾ പാക്കറ്റിലുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ നമ്മൾ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന അസോള 2 പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു പകുതി നമ്മുടെ ഔട്ട്ഡോർ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ടാങ്കിലേക്കും ബാക്കി പകുതി നമ്മുടെ ടെറസിൻ്റെ മുകളിലിരിക്കുന്ന കൂലിലോച്ചുകളെ വളർത്തുന്ന ടബിലേക്കും മാറ്റാനാണ് നമ്മൾ വിചാരിക്കുന്നത്. വെള്ളത്തിനകത്ത് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് ഇല്ലാതെ വന്നാൽ ഇത് നശിച്ചു പോകും. അതുപോലെ തന്നെ സൺലൈറ്റ് പ്രോപ്പറായിട്ട് കിട്ടാതിരുന്നാലും ഓവറായി കഴിഞ്ഞാലും ഈ ഒരു അസോള നശിച്ചു പോകാറുണ്ട്. വേറെ പേരുകളിലും ഈ അസോള അറിയപ്പെടാറുണ്ട്. ഒന്ന് ഫെയറിമോസ് എന്ന പേരിലാണ്, രണ്ടാമത്തെ മോസ്കിറ്റോ ഫേൺ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിൽ ഈ ഒരു ചെടി വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകും എന്നുള്ളതുകൊണ്ട് ഗ്രീൻ നെറ്റിന് കീഴിലാണ് പല ആൾക്കാരും ഇത് വളർത്തുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ ഷെയ്ഡിന് കീഴിലാണ് വളർത്തുന്നത്. ഇത് മീനുകൾക്ക് തന്നെ നമുക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീടുകളിലുള്ള കോഴി, താറാവ്, പശു അത്തരം സാധനങ്ങൾക്കൊക്കെ പല ആൾക്കാരും ഇത് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അസോള നമ്മൾ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഹാഫ് നമ്മൾ ഈ ഒരു പ്ലാറ്റ് ടാങ്കിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കുറേ പ്ലാറ്റുകൾ ഈ ഒരു ടാങ്കിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലാറ്റുകൾക്ക് വേണ്ടി നമ്മൾ സെറ്റപ്പ് ചെയ്ത ഒരു ടാങ്കാണിത്. ബാക്കി ഹാഫ് നമ്മൾ എവിടെയാണ് ഇടാമെന്ന് പ്ലാൻ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെറസിന് മുകളിൽ വെച്ചിട്ടുള്ള നമ്മുടെ കൂലി ലോച്ചുകളെ വളർത്തുന്ന ടബിലേക്കാണ് നമ്മൾ ബാക്കി പകുതി ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന ടാങ്കിൻ്റെ ഉള്ളിൽ പകുതി മുക്കാൽ ഭാഗവും നമ്മുടെ സാൽവീനിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഈ കാണുന്നത് സാൽവീനിയ എന്ന് പറഞ്ഞ ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ഈ ഒരു ടാങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 1-2 പീസ് മാത്രമാണ് നമ്മൾ ഇട്ടത്. ഇപ്പോൾ അത് ഫുള്ളായിട്ട് വീണ്ടും നിറഞ്ഞു. പിന്നെ ഈ ടാങ്കിനകത്ത് മണി പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പീസാണ് വെച്ചത്. പക്ഷേ ഈ ഫിഷ് ടാങ്കിൽ നിന്നുള്ള നൈട്രേറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ വളരാൻ തുടങ്ങി. കണ്ടില്ലേ, ഇത് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഫുള്ളായിട്ട് ഇപ്പോൾ നീണ്ടു വളർന്നു വന്നേക്കാണ്. ഈ സാൽവീനി നിൽക്കുന്നതുകൊണ്ട് ഇതിന് നല്ല സപ്പോർട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും. താഴ്ന്നു പോയാലും ഇത് നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഈ ഒരു മണി പ്ലാന്റ് കേടാവുന്നൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ സ്ക്വയർ PVC നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു സാൽവീനിയ ഇതിൻ്റെ ഉള്ളിലേക്കും കടന്ന് ആക്രമിച്ച് വളർന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ആയേക്കാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കാണുന്ന ചെറിയ നമ്മുടെ സാൽവീനിയ പ്ലാന്റ്സ് എല്ലാം ആ സ്ക്വയർ PVCയുടെ ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ അസോള ഇട്ട് കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയ ആണ്. ഫുൾ ടൈം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നില്ല. സൂര്യൻ്റെ ആ ഒരു പൊസിഷൻ അനുസരിച്ച് ചില സമയങ്ങളിൽ മാത്രമാണ് ഡയറക്റ്റ് അടിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ തീർച്ചയായിട്ടും നമുക്ക് ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളെന്നൊക്കെ. പക്ഷേ ഈ ഒരു ടാങ്കിൽ വാട്ടർ ചേഞ്ചിന് സമയമായിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല ഈ ടാങ്കിനകത്ത് നമ്മൾ വിരിച്ചിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് പോളിത്തീൻ ഷീറ്റിന് ചെറിയൊരു ലീക്കേജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വെള്ളം ചെറുതായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതൊക്കെ മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിതേ കുറച്ച് അസോള അതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. സാൽവീനിയുടെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഫില്ലാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളെന്നൊക്കെ. ഈ ഒരു ഏരിയയിൽ ഇത്രയും ലൈറ്റ് ഇതിന് സൂട്ടബിൾ ആണോ അതോ അല്ലാതെ വരുമോ നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അത്യാവശ്യം ലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയാണ്, എന്നാൽ ഡയറക്റ്റ് വല്ലാതെ അടിക്കുന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ സൺലൈറ്റ് വരുന്നുണ്ട്. അത് കുറച്ച് നേരം ഇങ്ങോട്ടേക്ക് വരും. പിന്നെ സൂര്യൻ്റെ ആ ഒരു പൊസിഷൻ മാറുന്ന സമയത്ത് പിന്നെ ലൈറ്റ് ഈ ഒരു ഏരിയയിലേക്ക് അത്ര ഡയറക്റ്റ് അടിക്കാറില്ല. അപ്പോൾ നമ്മൾ പകുതി അസോള ഈ ഒരു സ്ക്വയർ PVCക്ക് അകത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വാട്ടർ ചേഞ്ച് ചെയ്യാൻ സമയമായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിനെ ബാധിക്കുമെന്ന് അറിയില്ല. കാരണം ഇത് എത്രത്തോളം സെൻസിറ്റീവാണ് ഈ ഒരു അസോള എന്നുള്ള കാര്യം എനിക്കറിയില്ല. സാൽവീനിയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ്. വെള്ളം കുറച്ച് മോശമായാലും. പക്ഷേ ഈ ഒരു ചെടിയുടെ കാര്യം എനിക്കറിയില്ല, അസോളയുടെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എല്ലാം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. ഇനി നമ്മൾ ബാക്കി ഹാഫ് അസോള ഇടാൻ പോകുന്നത് ഈ കാണുന്ന ടബിലേക്കാണ്. ഈ ടബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, നമ്മുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ. ഇതിനകത്താണ് നമ്മൾ നമ്മുടെ കൂലിലോച്ച് മത്സ്യങ്ങളെ ഇട്ടിട്ടുള്ളത്. കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഈ ടബിൽ വാട്ടർ ചേഞ്ച് ചെയ്തതാണ്. കാരണം ഇതിനകത്ത് ഒരു ഗ്രേ ഷെയ്ഡ് പാട പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും വന്നു. ദേ കണ്ടില്ലേ, ഇതിനകത്ത് ഒരു ആഷ് കളറിലുള്ളൊരു പാടയാണ് വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് കണ്ടിട്ടാണ് വാട്ടർ ചേഞ്ച് ചെയ്തത്. പക്ഷേ അത് വീണ്ടും വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം നമ്മൾ സംശയം വിചാരിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ PVC പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ PVC പൈപ്പിൽ നിന്ന് പെയിൻറ്റ് വല്ലതും റിലീസ് ആയതാണോ എന്നൊക്കെയാണ് നമ്മൾ സംശയിച്ചത്. അല്ല, ഈ സൈഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഇതൊരു ഫംഗസ് ആണ്. അതായത് ആൽഗെ അല്ല, ആൽഗെ വെള്ളത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് ഫംഗസ് ആണ്. വെള്ളത്തിന് മുകൾ ഭാഗത്ത് ഇതുപോലെ പാടയായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലൊക്കെ പൂപ്പൽ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പൂപ്പലാണ്, ഒരു ഡാർക്ക് പച്ച കളറിലുള്ളത്. അതിങ്ങനെ കാണുമ്പോൾ ആഷ് കളറിലാണ് വരുന്നത്. സൈഡ് ഭാഗത്ത് വരുമ്പോൾ അത് ശരിക്കും ആ ഒരു പൂപ്പലിൻ്റെ ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത്. അപ്പോൾ ഇത് PVCയുടെ ഉള്ളിൽ നിന്നൊന്നും ഉണ്ടായിട്ടുള്ളതല്ല, ജസ്റ്റ് ഒരു ഫംഗസാണ്. അപ്പോൾ നമുക്ക് അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്ത് ഈ ടബ്ബൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് വാട്ടർ ചേഞ്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ടബ്ബ് മൊത്തമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ ടബ്ബും PVCയും എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രഷ് വെള്ളം അടിച്ച് അതിലേക്കാണ് പിന്നെ നമ്മൾ അസോള ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്.
ഇതിലേക്ക് കിടക്കുന്ന മത്സ്യങ്ങൾ കൂലിലോച്ചുകളാണ്. ഒരു പാമ്പിൻ്റെ ഷേപ്പിൽ വരുന്ന മീനുകളാണ്. ചെറിയ മീനുകളാണ്. അധികം സൈസൊന്നും ഇവർ വെക്കാറില്ല. മാക്സിമം 3 ഇഞ്ച് വരെയൊക്കെയാണ് ഇവരുടെ സൈസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 6 എണ്ണമാണ് കിടക്കുന്നത്. നമ്മൾ കൗണ്ട് എടുത്ത് നോക്കി 6 എണ്ണം തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ ആ കാണുന്ന PVCകളെല്ലാം ഹൈഡിങ് സ്പോട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ആൽഗെ കഴിക്കുന്ന മീനുകളാണ്. അതുപോലെ തന്നെ നമ്മൾ പെല്ലറ്റാണ് ഫീഡ് ചെയ്യുന്നത്. പെല്ലറ്റും ഇവർ നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു അസോളയ്ക്ക് വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ ഇത് അത്യാവശ്യം ലൈറ്റ് അടിക്കുന്ന ഏരിയയിൽ തന്നെയാണ് ഈ ഒരു ടബ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലും ഒരു പകുതി അസോള ഇട്ട് നോക്കാം. എങ്ങനെയാണ് ഗ്രോത്ത് കാര്യങ്ങളെന്നൊക്കെ, നശിച്ചു പോകുമോ അതോ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഹൈഡിങ് സ്പോട്ടുകളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മീനുകളെ ഡയറക്റ്റ് കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മളെന്തായാലും ഈ മീനുകളെല്ലാം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട്. എന്നാലേ നമുക്ക് ഈ ഒരു ടബ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിതേ മീനുകളെല്ലാം ഈ ഒരു ബക്കറ്റിലേക്ക് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. 6 എണ്ണമാണ് ഈ ഒരു കൂലിലോച്ച് മത്സ്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണാം. ഞാൻ ഇനി കുറച്ചും കൂടി ക്ലോസപ്പായിട്ട് കാണിച്ചു തരാം. ഇടാൻ നേരത്ത് നമ്മൾ ഇവരെ പിടിച്ച് ഈ ഒരു ടബിലേക്ക് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് നമ്മൾ വലയിൽ പിടിച്ചിട്ട് ക്ലോസപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ബോഡിയും ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ടബിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹൈഡിങ് സ്പോട്ടുകളെല്ലാം നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ടബ്ബാണ് വാഷ് ചെയ്യാനായിട്ട് പോണത്. കണ്ടില്ലേ, ഇതിനകത്ത് ഉള്ളിൽ കാണുന്ന പച്ച കളറിലുള്ളത് ആൽഗയാണ്. ആൽഗ നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം അത് പോകുമെന്നുള്ളത്. ഉറച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ പോകും. എന്നാൽ നല്ല ഹാർഡായിട്ട് പിടിച്ചിരിക്കുന്ന ആൽഗയൊന്നും ഇതിനകത്ത് നമുക്ക് കളയാൻ സാധിക്കില്ല. ആൽഗയെ കളയണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. ആൽഗയെ സാധാരണ മീനുകൾക്ക് അത്ര ദോഷം വരാത്ത സംഭവമാണ്. പിന്നെ കണ്ടില്ലേ, ഈ ഒരു ടബിൻ്റെ വക്ക് ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു ഗ്രീൻ കളർ, അതായത് ഈ കാണുന്ന ഗ്രീൻ കളറാണ് ഫംഗസിൻ്റെ ആ ഒരു ഫംഗസ് പാടയായിട്ട് കിടക്കുന്ന ആ ഒരു ലെവലിലാണ് ആ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ ഒരു റിങ് പോലെ വന്നിട്ടുള്ളത്. അത് മാക്സിമം നമ്മൾ ഉറച്ച് കളയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും അത് ഫുള്ളായിട്ട് പോകുന്നില്ല. അപ്പോൾ എന്തായാലും മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ വെള്ളം അടിച്ച് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടബിൽ. അപ്പോൾ നമ്മൾ അകത്തുനിന്ന് അസോള കൊണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ ചിലതൊക്കെ കേടായിട്ടുള്ളത് പോലെ നിങ്ങൾക്ക് കാണാം. ഒരു ബ്ലാക്ക് പോലെ ഇരിക്കുന്നതില്ല. ആ ബ്ലാക്ക് പോലെ ഇരിക്കുന്നത് കേടായി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ 1-2 ദിവസം അത് അകത്ത് വെച്ചു. അപ്പോൾ ഇതിനകത്ത് ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് ബ്ലാക്ക് കളറിലേക്ക് മാറിയത് ചിലതൊക്കെ. ടബിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് ഹൈഡിങ് സ്പോട്ടൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നിന്ന് ലൈറ്റ് വരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഈ ഒരു ടബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അസോളയ്ക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അതേ കൂലിലോച്ചുകൾ നമ്മൾ ബക്കറ്റിൽ നിന്ന് പിടിച്ചിട്ട് ഈ ഒരു വലയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ക്ലോസപ്പായിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. അതിനകത്ത് ബ്രൗൺ കളറിലാണ് ബോഡി വരുന്നത്. എന്നിട്ട് പിന്നെ യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ സ്ട്രൈപ്പുകളാണ്, അല്ലെങ്കിൽ റിങ്ങുകൾ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ചെറിയ രീതിയിലൊരു പാമ്പിൻ്റെയൊക്കെ സ്നേക്കിൻ്റെയൊക്കെ ഒരു ബോഡി പോലെ തോന്നും. അവർ നീന്തി പോകുന്നതൊക്കെ അങ്ങനെയാണ്. ഒരു പാമ്പ് പോകുന്ന പോലെയൊക്കെയാണ് അവരുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അതിൻ്റെ അടിത്തട്ടിലാണ് ഇവർ കൂടുതലും എന്താ പറയുക നടക്കുന്നത്. മുകളിലേക്കൊന്നും വരാറില്ല. പിന്നെ ഇവർക്ക് ഇതുപോലെ ഹൈഡിങ് സ്പോട്ട് വേണം. ഹൈഡിങ് സ്പോട്ടിൻ്റെ ഉള്ളിലാണ് ഒളിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും താഴ്ന്നു പോകുന്ന ഫുഡ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഫുഡൊക്കെ ഇവർ നല്ല രീതിയിൽ തന്നെ കഴിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ആൽഗയെ നല്ല രീതിയിൽ ഇവർ കഴിക്കും. അതുപോലെ തന്നെ പെല്ലറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ഇവർ കഴിക്കും. വല്ലാതെ അങ്ങ് കെയർ കൊടുത്ത് വളർത്തേണ്ട ഒരു മീനൊന്നുമല്ല. ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ മീനാണ്. ഔട്ട്ഡോർ ടാങ്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടാങ്കിനകത്ത് ഇതുപോലെ ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഒരു കുറച്ച് എണ്ണത്തിനെ ആയിട്ട് നമ്മൾ മേടിക്കണം. ഒരിക്കലും 1-2 ആയിട്ട് മേടിക്കരുത്. ഇവരൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് നടക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് മിനിമം ഒരു 4 എണ്ണം 6 എണ്ണമൊക്കെ ആയിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവരുടെ ടാങ്കിലേക്കാണ് നമ്മൾ ഈ ഒരു അസോള ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കണ്ടെയ്നറോട് കൂടി ഒഴിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മൾ വെച്ച ഒരു വെള്ളം ആയതുകൊണ്ടാണ് നമ്മൾ ആ കണ്ടെയ്നറോട് കൂടിയ മൊത്തം വെള്ളം ഇതിലേക്ക് ഒഴിക്കാത്തത്. ചെടി മാത്രമായിട്ട് നമ്മൾ എടുത്തിടുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ചെടി എത്ര സമയം എടുത്താണ് സ്പ്രെഡ് ആവുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ സാൽവീനിയുടെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാൽവീനിയ അക്വാട്ടിക് പ്ലാന്റ് നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവും. അതിനകത്ത് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈവൻ ന്യൂട്രിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും സൺലൈറ്റ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡായിട്ട് ഫുള്ളായിട്ട് കണ്ടെയ്നറിനകത്ത് കവർ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിനകത്ത് കവർ ആവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഫാസ്റ്റ് ആണെന്നുള്ളത് നമുക്കറിയില്ല. ഇത് വളരെ ചെറിയ തിന്നായിട്ടുള്ള ഫ്ലോട്ടിംഗ് അക്വാട്ടിക് പ്ലാന്റ് ആണ്. ഇതുപോലെ തന്നെയാണ് ഡക്ക് വീഡും വരുന്നത്. ഡക്ക് വീഡിനേക്കാളും കുറച്ചും കൂടി കട്ടി കൂടിയതാണ് ഈ ഒരു അസോള എന്ന് പറയുന്നത്. ഡക്ക് വീഡ് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു ചെടി തന്നെയാണ്. കാരണം സൺലൈറ്റ് കുറച്ചൊന്ന് ഇൻറ്റൻസ് ആയി കഴിഞ്ഞാൽ അത് ഫെയ്ഡായി നശിച്ചു പോകും. അസോളയും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കുറച്ചും കൂടിയും കട്ടി കൂടുതലാണ് ഞാൻ നോക്കിയപ്പോൾ ഇത് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്. ഡക്ക് വീഡിനേക്കാളും കുറച്ചും കൂടിയും കട്ടിയുണ്ട് ഇതിന്. പിന്നെ ഇത് നല്ല രീതിയിൽ തിക്കായിട്ടൊക്കെ വളർന്നു വരുന്നത് നമ്മൾ കണ്ടു. 1-2 യൂട്യൂബ് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രീതിയിൽ കട്ടിയായിട്ടൊക്കെ വളർന്നു വരും, അല്ലാതെ തിക്കായിട്ടൊക്കെ.
ഈ ഒരു അസോള ബൾക്കായിട്ടൊക്കെ കൃഷി ചെയ്യുന്ന 1-2 വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ അവർ ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഗ്രീൻ നെറ്റിന് കീഴിലാണ് ഇത് വളർത്തുന്നത്. അത് കുറേ നാൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നത് അത് മൊത്തത്തിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അതായത് ഓരോ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്കായി അത് നല്ല തിക്കായിട്ട് വരും. അതായത് ഒരു കയ്യിൽ ഇങ്ങനെ ഒരു കൈപ്പിടിയിലൊക്കെ നമുക്ക് പിടിക്കാവുന്ന രീതിയിൽ വലിയ എന്താ പറയുക പീസുകളായിട്ട് മാറും. ഈ ചെറിയ ചെടികൾ തമ്മിൽ സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് മാറുന്നത്. അപ്പോൾ ഇതൊന്ന് വളർത്തി നോക്കിയാൽ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ അസോള നമ്മൾ 2 സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പ്ലാറ്റി ടാങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇവിടെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. പിന്നെ ചിലപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് ഒരു ചെടിച്ചട്ടിയിൽ ഇട്ടിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കും ചിലപ്പോൾ കേട്ടോ. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നൊന്നും അറിയാമല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു ചെടിച്ചട്ടിക്കകത്ത് വെള്ളം നിറച്ചിട്ട് ഇതിൽ നിന്ന് കുറച്ച് അസോള അതിൽ കൊണ്ടിട്ടിട്ട് അത്യാവശ്യം ഡയറക്റ്റ് അടിക്കുന്ന ഒരു ലൊക്കേഷനിൽ കൊണ്ട് വെച്ചിട്ട് അതിലേതെങ്കിലും ചെറിയ മീനിനെ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ സാൽവീനിയ പോലുള്ള ചെടികളുമായിട്ട് ഒരിക്കലും മുട്ടാൻ പറ്റുന്ന ഒരു ചെടിയല്ല ഈ ഒരു ഡക്ക് വീഡ് അസോള എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സാൽവീനിയും കുളവാഴയൊക്കെ എത്രത്തോളം സൺലൈറ്റ് അടിച്ചാലും അതിന് യാതൊരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ സൺലൈറ്റിനെ ഹെവി സൺലൈറ്റിനെ അവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ചെടികളാണ് വാട്ടർ ഹയാസിന്തും അതുപോലെ സാൽവീനിയൊക്കെ. അവർക്ക് വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂട്രിയൻസും കാര്യങ്ങളും ഉണ്ടായാൽ മതി. നല്ല രീതിയിൽ തന്നെ അവർ സൺലൈറ്റിനെ തടുത്ത് നിർത്തും. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ചൂടും ലൈറ്റൊക്കെ എത്രത്തോളം കൂടിയാലും വളരെ ഈസിയാണ് അത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് വളർത്താനായിട്ട്. അധികം കെയറൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചെടികൾ വളർത്തുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ കെയർ കൊടുക്കണം. അപ്പോൾ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നെറ്റിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചർ വീഡിയോകളിൽ പറയാം. അപ്പോൾ നമ്മുടെ അസോളയുടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.